ഹലോ സർ, ഞാൻ ടുഫി ആപ്പിൽ നിന്നുള്ള ഗുലാബ് പട്ടേൽ. ആപ്ലിക്കേഷനിൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് ഇവിടെ ഞങ്ങൾ പഠിക്കും. വിദ്യാർത്ഥികളുടെ പ്രവേശനം എങ്ങനെ ചേർക്കാമെന്നും കാണാമെന്നും ഞങ്ങൾ പഠിച്ചു. വിദ്യാർത്ഥികളുടെ സാന്നിധ്യം എങ്ങനെ അടയാളപ്പെടുത്താമെന്നും നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് SMS അയക്കാമെന്നും ഞങ്ങൾ പഠിക്കും. ആദ്യം ആപ്ലിക്കേഷൻ ഡാഷ്ബോർഡ് തുറക്കുക. സ്ക്രീനിന്റെ മുകളിൽ അറ്റൻഡൻസ് ഇവിടെ കാണാം. ഇവിടെ അറ്റൻഡൻസ് കാർഡ് നിങ്ങളുടെ ഹാജർ കാണിക്കും. അടയാളപ്പെടുത്താത്ത സ്റ്റാറ്റസ് ഉള്ള എത്ര പേർ അടയാളപ്പെടുത്തി, എത്ര വിദ്യാർത്ഥികൾ. അറ്റൻഡൻസ് കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബാച്ച് ലിസ്റ്റ് കാണിക്കും. മാർക്ക് സ്റ്റുഡന്റ് അറ്റൻഡൻസിനായി ഏതെങ്കിലും ബാച്ച് തിരഞ്ഞെടുക്കുക. ഹാജർ അടയാളപ്പെടുത്തുന്നതിന് ഞാൻ ഇവിടെ ഒരു ബാച്ച് തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്ത ബാച്ചിലേക്ക് ചേർത്ത വിദ്യാർത്ഥികളെ ഇപ്പോൾ ആപ്ലിക്കേഷൻ കാണിക്കും. സ്ക്രീൻ ആപ്ലിക്കേഷന്റെ മുകളിൽ നിങ്ങൾ ഹാജരാക്കേണ്ട തീയതി കാണിക്കും. പ്ലസ്, മൈനസ് എന്നിവയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജർ തീയതി മാറ്റാൻ കഴിയും. തീയതിയിൽ ക്ലിക്ക് ചെയ്ത് കലണ്ടറിൽ നിന്ന് തീയതി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ആ തീയതിക്ക് താഴെയുള്ള ആപ്ലിക്കേഷൻ എല്ലാ വിദ്യാർത്ഥികളുടെയും ഹാജർ ഒറ്റ ക്ലിക്കിലൂടെ അടയാളപ്പെടുത്തുന്നതിനുള്ള 4 ഓപ്ഷനുകൾ കാണിക്കും. അവയിലേതെങ്കിലും ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ അതേപോലെ അടയാളപ്പെടുത്തും. ആദ്യത്തേത് പബ്ലിക് ഹോളിഡേ ആണ്. രണ്ടാമത്തേത് ലീവ് ആണ്. മൂന്നാമത്തേത് അഭാവമാണ്. നാലാമത്തേത് വർത്തമാനകാലമാണ്. വിദ്യാർത്ഥികളുടെ ഹാജർ അടയാളപ്പെടുത്തിയ ശേഷം നിങ്ങൾക്ക് SMS ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് SMS അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പട്ടികയിൽ നിന്ന് നിലവിലുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത വിദ്യാർത്ഥിയെ മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ. ടെക്സ്റ്റ് SMSനായി ഫോൺ നമ്പർ തിരഞ്ഞെടുത്ത് വാട്സപ്പ് SMSനായി വാട്സപ്പ് നമ്പർ തിരഞ്ഞെടുക്കുക. തുടർന്ന് മുകളിലുള്ള SMS ഐക്കൺ അല്ലെങ്കിൽ വാട്സപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ SMSനായി ലൂപ്പ് ആരംഭിക്കും. ഇവിടെ ഞങ്ങൾ സ്റ്റുഡന്റ് അറ്റൻഡൻസ് മാർക്കിംഗ് ട്യൂട്ടോറിയൽ പൂർത്തിയാക്കി. വിദ്യാർത്ഥികളുടെ ഹാജർ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയെന്നും വിദ്യാർത്ഥിക്ക് SMS അയക്കാമെന്നും പഠിച്ചു. അതിനാൽ ഇപ്പോൾ ബൈ ബൈ, വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഏത് സമയത്താണ് നിങ്ങൾ ഇത് കാണുന്നത്? ഈ വീഡിയോ കണ്ടതിന് നന്ദി.